നമ്മുടെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ എന്ന ഷൈൻ ടീച്ചറിനെ വളഞ്ഞിട്ട് പിടിച്ചു. അപ്പോ ടീച്ചറുണ്ട്, ടീച്ചറുടെ കുടുംബം എല്ലാവരും കുറച്ചുപേരൊക്കെ പുറത്തേക്ക് പോയി അല്ലേ? അപ്പോൾ രാവിലെയാണ് ജോലിക്കൊക്കെ പോയി. ടീച്ചർ മാത്രം നമ്മൾ ഇങ്ങനെ പ്രത്യേകം പിടിച്ചിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരൊക്കെ അടുത്ത സ്ഥലത്ത് പ്രചാരണത്തിനായിട്ട് എത്തണമെന്നുള്ള പറഞ്ഞ സമയമായോ? സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. ടീച്ചർ ഈ ഒരു പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് ദിവസമാണ് കൂടുതലായിട്ട് കിട്ടുക ആളുകളിലേക്ക് എത്താൻ. എല്ലാ പഞ്ചായത്തിലും എത്താൻ പറ്റുമോ? മിക്കവാറും എത്താൻ പറ്റും. ഇപ്പോൾ ഏതാണ്ട് 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ലോക്കൽ കൺവെൻഷനുകൾ നടക്കുന്നു, അവിടെ എത്തുന്നുണ്ട്. കാരണം ഈ തദ്ദേശം എന്ന് പറയുന്നത് LDFന്റെ ഒരു നല്ല ബേസ് ആണ്. ആ ബേസിലേക്ക് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക, പരമാവധി വോട്ട് സമാഹരിച്ച് വിജയത്തിലേക്ക് എത്തുക, ആ ഒരു സ്ട്രാറ്റജി തന്നെയാണോ? തീർച്ചയായിട്ടും ഇപ്രാവശ്യം അതിന് കുറച്ചുകൂടി ഒരു ആക്കം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരും LDFനോട് സ്നേഹമുള്ളവരും അല്ലെങ്കിൽ LDF വരണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പുറത്തുള്ളവർ കൂടി താഴെ തലത്തിൽ നല്ല വർക്ക് നടക്കുന്നുണ്ട്. ഇത്തവണ ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ ചില ആളുകളൊക്കെ സംസാരിക്കുന്നത് കേട്ടത് ഈ പാർട്ടി വോട്ടുകൾ മാത്രമല്ല, ഷൈൻ ടീച്ചർ സമാഹരിക്കുന്ന ഷൈൻ ടീച്ചറിൻ്റെതായ വോട്ടുകൾ, അങ്ങനെ ഒരു സാധ്യത കൂടി പാർട്ടി കാണുന്നുണ്ടോ? കിട്ടും, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അധ്യാപിക എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ ഒരു സഹായം ഉണ്ടാവും. വനിത എന്നുള്ള ആൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു സഹായം ലഭിക്കും. മൊത്തത്തിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് എൻ്റെ ചെറിയ രാഷ്ട്രീയ പരിസരത്തിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ടീച്ചറിന്റെ വീട്ടിലേക്ക് തന്നെ നിർത്തിയാണ്, കാരണം പുറത്തേക്ക് നമ്മൾ വിട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് വരുമായിരുന്നു. അപ്പോൾ ഈ വീട്, ഈ പരിസരം, ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ? നേരത്തെ നമ്മൾ ഇടവേളയ്ക്ക് സംസാരിക്കുമ്പോഴത്തേക്കും കാ പഴുത്തത് പോലും കണ്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോഴാണ്. കുറേ കാലങ്ങളായി അങ്ങനെയാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു, സ്കൂള്, അത് കഴിഞ്ഞാൽ പുറത്തെ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ മിക്കവാറും വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു 10 മണി, രാത്രി 10 മണിയൊക്കെ ആവും. എന്നാലും രാവിലെ അത്ര ഇതുപോലെ ഒരു ഹറിബറി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രാവിലെ കുറച്ച് സമയം കിട്ടും. അപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന? ഒരാൾ പഴുത്തു നിൽക്കുന്നു നേരത്തെ പറഞ്ഞിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ അടുത്തേക്കൊന്ന് പോയാലോ? അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു ചെടിയെക്കുറിച്ചും കായയെക്കുറിച്ചും ഒക്കെ പറയാനായിട്ട് നമ്മുടെ ചേട്ടനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? അതെ, പുള്ളിയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇതൊരു സെറ്റ് ചെയ്ത് ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം പുള്ളി തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് സെറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഫലവൃക്ഷ തൈകളൊക്കെ വാങ്ങി നട്ടു. പക്ഷെ ഇത് ചുവന്നത് ഞാൻ അറിഞ്ഞില്ല. അതെ, ചുവന്നു. അപ്പൊ ഞാൻ അറിയാതെ ഈ മണ്ഡലം ചുവക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പഴത്തിൽ ചുവപ്പ് കാണുന്നുണ്ട്, ഇതൊരു ശുഭപ്രതീക്ഷയാണോ? തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ കാണുന്നത്. ഇത് ഏത് തരം ഫ്രൂട്ടാണ്? ഇതൊരു മക്കോട്ട ദേവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഏത് രാജ്യമാണ്? തായ്ലൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. തായ്ലൻഡിലെ മക്കോട്ട ദേവ. അത് ഇതൊരു ഷുഗറിനുള്ള ഒരു മരുന്നാണെന്നാണ് പറഞ്ഞത്. നമ്മള് നഴ്സറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവരവിടെ ഉണ്ടായിരുന്ന കുറെ തൈകൾ നമുക്ക് തരികയാണ് ചെയ്തത്. ഇത് ഈ ഗുണമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങി വെച്ചതല്ല നമ്മള്, മറിച്ച് ഇവിടെ ആ സമയത്ത് ലഭിച്ചതുകൊണ്ട് നട്ടതാണ്. ഒരു ഭംഗിയും ഒരു ഔഷധ സാന്നിധ്യവും ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി. ഇപ്പോൾ ടീച്ചറാണ്, നേരത്തെയും ഒരു പലതവണ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും, ടീച്ചറാണ്. ഒരു ടീച്ചർ പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ ആ പ്രചാരണം എന്ന് പറയുന്നത് കുട്ടികളോട് സംസാരിക്കുന്നത് പോലെയാണോ, ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നത് പോലെയാണോ, അതോ ഒരു പാർട്ടി പ്രവർത്തകർ സംസാരിക്കുന്നത് പോലെയാണോ? എങ്ങനെ വേണം? അങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സംസാരിക്കേണ്ടത്? കാഷ്വലായി സംസാരിച്ച് ചിലപ്പോൾ പ്രവർത്തകർ വിചാരിക്കുമോ ഇവർ വളരെ തണുപ്പനാണല്ലോ, കാഷ്വൽ ആണല്ലോ. ടീച്ചറായിട്ട് സംസാരിച്ചാൽ അത് വേറൊരു രീതിയിൽ എടുക്കും. അപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് ഫിക്സ് ചെയ്തോ? അത് സദസ്സിനനുസരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ചിലയിടത്ത്. എന്നാലും അതിനൊരു ഒരു അധ്യാപികയുടേതായൊരു ഒരു ടോൺ വരും. പക്ഷെ എന്നാലും സദസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച്. ഇപ്പോൾ വിപ്ലവാത്മകമായി സംസാരിക്കേണ്ട വേദിയാണെങ്കിൽ അത് സംസാരിക്കും. അല്ല, സാധാരണ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള വളരെ എന്താ പറയുക ഇൻറ്ററാക്റ്റീവ് മോഡിലുള്ള വർത്തമാനമാണ് വേണ്ടെങ്കിൽ അത് സംസാരിക്കും. എന്നാലും അതിൽ ഒരു കുറെ കാലമായല്ലോ, 10-31 വർഷമായി ഞാൻ അധ്യാപന രംഗത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ വനിതാ ദിനത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന അധ്യാപികമാരുടെ ഒരു അതേ ടോണാണ്. അപ്പൊ ആ ടോൺ ഒന്ന് മാറ്റി സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ ആളും തരവും നോക്കി ഓരോരുത്തർക്കും, അതായത് ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവർക്ക് മനസ്സിലാവണം. അപ്പൊ അതനുസരിച്ച് ടോൺ മാറ്റി പിടിക്കൽ എളുപ്പമായിരുന്നോ? അത് എനിക്ക് തോന്നുന്നു പൊതുവെ അധ്യാപകർക്ക് അത് സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിയും ബൈ പ്രാക്ടീസ്, പിന്നെ എക്സ്പീരിയൻസ്. ഞാനൊരു കുസൃതി ചോദ്യം കേട്ടോ, വീട്ടിലെ ടോൺ എങ്ങനെയാ? അധ്യാപികയുടെ ആണോ? അല്ല, വീട്ടിലൊരു വീട്ടമ്മയുടെയും അതുപോലെ നല്ലൊരു ഭാര്യയുടെയും രീതിയിൽ തന്നെയാണ് പോകുന്നത്.
പിന്നെ ടീച്ചറുടെ പാട്ട് വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഈശ്വരാ. പാട്ട്, കവിത, വിപ്ലവം എന്തും ആവാം. നമ്മുടെ കാ എന്തായാലും ചുവന്ന കാ പഴുത്തു നിൽക്കുകയാണ്, ചുവന്നത് എടുത്തോണ്ടിരിക്കുകയാണ്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ. അപ്പോൾ നമുക്ക് രണ്ടുപേരും എന്തായാലും മൂളി തന്നു. പിന്നെ വീട്ടുകാരൊക്കെ ഉണ്ട് ഇപ്പോ? വീട്ടുകാര് മകൾ കോളേജിൽ പോയി, കോളേജിൽ മകൻ ഓഫീസിൽ പോയി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും, രണ്ടാളും കൂടെ. മരുമകളുണ്ട്, അവള് വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോ ചേട്ടന്റെ ഒരു ടൈം ടേബിൾ മാറ്റി, ചേട്ടാന്ന് വിളിക്കാലോ അല്ലേ? ചേട്ടന്റെ പേരെന്താ? ഡൈനോസ് തോമസ്. ഡൈനോസ് തോമസ്, വെറൈറ്റി പേരാണല്ലോ. അതെ, എനിക്ക് മാത്രമേ ഉള്ളൂ പേര്. ലോകത്തിൽ ഡൈനോസ് തോമസ് ഇതൊന്നും മാത്രം. അതെന്താ അങ്ങനെ ഒരു പേരിന് എന്തെങ്കിലും പ്രത്യേകം അർത്ഥമുള്ള അങ്ങനെ ഇട്ടതാണോ? ഫാദർ ഇട്ട പേരാണ്, കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല ഇതിനെ കുറിച്ച്. അപ്പോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പ്രചാരണത്തിന് വേണ്ടി കൂടുതൽ സമയം ഡെഡിക്കേറ്റ് ചെയ്യാണല്ലോ, ഒപ്പം കൂടാറുണ്ടോ പ്രചാരണത്തിന്? പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കൂടാറുണ്ട്, ഒരുമിച്ച് പോകാറുണ്ട്. സപ്പോർട്ടീവ് ആണല്ലേ? സപ്പോർട്ടീവ് ആണ്. പിന്നെ ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, സന്ദീപ്, വൈഫ് ശ്രേഷ. സന്ദീപ് ശ്രേഷയും പറയും എങ്ങനെയായിരുന്നു? നമ്മുടെ ഇപ്പോ പഴുത്ത കാ കണ്ടു, അത് ചുവന്ന നിറമാണ്. മണ്ഡലം അതുപോലെ ഇവിടെ ഈ മണ്ഡലത്തിൽ വരാൻ പോകുന്ന ഒരു സൂചന ആദ്യമേ നമ്മുടെ വീടിനകത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പൊതുവെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർക്ക് ഇവിടെ അങ്ങനെയുള്ള ഒരു ഇടപെടൽ രീതിയാണുള്ളത്. അതായത് ഏത് രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവരോട് ആ രീതിയിൽ സംസാരിക്കാൻ, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിയോട് ആ രീതിയിൽ സംസാരിക്കാൻ, ഒരു വീട്ടമ്മ എന്ന രീതിയിൽ ഏത് രീതിയിലും ഇടപെടാൻ പ്രത്യേക കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികളൊക്കെ പിന്തുടരാവുന്ന ഒരു മാതൃകയാണ്. കാരണം ഒരു അധ്യാപിക ആയതുകൊണ്ട് ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു എന്നതനുസരിച്ച് കുട്ടികളുടെ ഒരു ഗ്രേഡ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് പോലെ സമൂഹത്തിലെ ഏത് മേഖലയിലുള്ള ആളുമായിട്ടും അതേ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്വഭാവം ടീച്ചറിനുണ്ട്. എന്ത് തോന്നുന്നു, ടീച്ചർ ഇക്കുറി ജയിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ഭൂരിപക്ഷം? ഭൂരിപക്ഷമൊന്നും നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ലെങ്കിലും, പക്ഷേ ടീച്ചർ കിട്ടുന്നൊരു സ്വീകാര്യത അത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ രീതിയിലൊരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പോപ്പുലർ ആയോ ടീച്ചർ? പിന്നെ പോപ്പുലർ ആണ്, അത് ഞാൻ ചോദിക്കുന്നില്ല. എറണാകുളത്ത് പൊതുവെ പോപ്പുലർ ആയോ? അതെ, നല്ല രീതിക്കകത്തേക്ക് ആളുകൾക്കിടയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് ഹൃദയത്തിലുണ്ടെന്നാണ് പറയുന്നത്, ഇവിടെ ഇപ്പോൾ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ കുറച്ച് ദിവസങ്ങളായി ടീച്ചറുടെ കൂടെ പോയിട്ടുണ്ടായി. ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ നാടിനകത്തുള്ള ആളുകൾ, അത് ഏത് തരത്തിലുള്ള ആളും, കുട്ടികളാണെങ്കിലും ഏറ്റവും മുതിർന്ന ആളുകളാണെങ്കിലും വലിയ രീതിക്കകത്തേക്കുള്ള ഒരു സ്വീകാര്യത ടീച്ചറുടെ ഇടയിലേക്ക് ഉണ്ടാകുന്നതാണ്. ടീച്ചർ സ്വീകാര്യതയ്ക്ക് ഒരു കാരണം എപ്പോഴും ഉള്ള ആ പുഞ്ചിരിയാണോ? തീർച്ചയായും. ആ ചിരി ഒരു ഹൈലൈറ്റ് ചിരിയാണ് സാറേ മെയിൻ. പ്രേക്ഷകർ ആ ചിരി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വത്സ ചേച്ചി എന്റെ നെയ്ബറാണ്, കുറെ ദിവസമായി കണ്ടിട്ട്, അപ്പൊ ഇന്ന് കാണാൻ വേണ്ടി വന്നു. ആണോ? അയൽക്കാരെ കണ്ടു കിട്ടുന്നില്ലേ? ഇപ്പൊ ഇലക്ഷൻ വർക്കിലല്ലേ ഞങ്ങൾക്ക് ഈ വാർഡില് അല്ല, ഈ നാട്ടിൽ തന്നെ പറൂര് തന്നെ ഏറ്റവും നല്ലൊരു ആളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. എവിടെ നിന്നാലും ഈ മുനിസിപ്പൽ ഇലക്ഷൻ എന്നാൽ ജയിക്കും. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ പ്രധാന ആൾ, പിന്നെ നാട്ടുകാർ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും, എല്ലാവരെയും കണ്ടൊക്കെ തിരിച്ചു വരും. അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. ഞങ്ങൾക്കൊന്ന് ജയിച്ചു കിട്ടിയാൽ മതി. ഞാനൊക്കെ ആറ്റുകാല പോലെ പ്രാർത്ഥിക്കായിരുന്നു. ആറ്റുകാൽ പൊങ്കാല ഇട്ടു. പൊങ്കാല ഇട്ട് ടീച്ചർ. അപ്പൊ ടീച്ചറിന് വേണ്ടി ആറ്റുകാൽ പൊങ്കാല വരെ ഇട്ടാണ് വത്സ ചേച്ചി ഇവിടെ നിൽക്കുന്നത്. ഇത്രയും പേരുടെ ഒരു സ്നേഹവും അവരുടെയൊക്കെ മനസ്സിലൊരു ഇടവും ഉള്ളപ്പോൾ പിന്നെ ജയിക്കാതെ ഇവിടെ പോകാൻ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ സൂചിപ്പിച്ചല്ലോ, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത്, ജാതി മത പരിഗണനകൾക്കപ്പുറത്ത് മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരെയും കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ തിരിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇന്നലെ കണ്ണമാലി പള്ളിയിൽ നിന്ന് തുടങ്ങി. കണ്ണമാലി പറഞ്ഞപ്പോഴാണ് അവിടെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ 2 സ്ഥാനാർത്ഥികൾ ഒന്നിച്ചുള്ള പടമൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതെ, അവിടെ നിന്ന് തുടങ്ങി എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവത്തിനാണ് നമ്മൾ സമാപിച്ചത്. അപ്പോൾ രണ്ടിടത്തും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്നു, രണ്ട് കൂട്ടർ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുന്നു, അവരുടെ എല്ലാ ആചാരങ്ങളിലും സന്തോഷത്തോടുകൂടി പങ്കെടുക്കാൻ കഴിയുന്നു, അവരെന്നെ ആചാരത്തിൽ സ്വീകരിക്കുന്നു. അതൊക്കെ തന്നെ അതാണ് മനുഷ്യത്വം. ഞാൻ എൻ്റെ കുട്ടികളോട് അത് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും വ്യക്തിപരമായി പല വ്യത്യസ്തതകൾ. ഇവിടെ എറണാകുളത്ത് ഒരു മാറ്റം ഉണ്ടായാൽ നല്ല ഒരു ടീച്ചറെ MP ആയി കിട്ടും. അപ്പോ പാർലമെന്റിന്റെ ടീച്ചർ അമ്മയായിരിക്കോ? അങ്ങനെയൊന്നും പേരിടാൻ ഞാൻ ആളല്ല. ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. പ്രത്യേകിച്ച് വേദനിക്കുന്നവരുടെ, പ്രയാസപ്പെടുന്നവരെ, അവരുടെ ആശ്വാസം ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. വികസനം ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു മാവിൻ ചുവട്ടിലാണ്. മാവ് നിറയെ മാങ്ങയുണ്ട്, നല്ല തണലുമുണ്ട്. ഈ വേനൽ ചൂടിൽ ഈ മാവ് ഒരുക്കുന്ന തണല് പോലെ മണ്ഡലത്തിന് ഒരു തണലായിരിക്കുമോ? തീർച്ചയായിട്ടും
ആയിരിക്കും. ആയിരിക്കും. അപ്പൊ ഉറപ്പോടെ നമ്മൾ ടീച്ചറുടെ അടുത്ത് നിന്ന് ബൈ പറയുകയാണ്. ടീച്ചറിന് ഇനിയും പ്രചാരണത്തിന് പോകണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.